ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിത് കൊഞ്ചെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതിനാവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്കതിനെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളതിനെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ ഈ റോസ്റ്റിനേക്ക് ആവശ്യമായിട്ടുള്ള സവോള വേണം, തക്കാളി, പച്ചമുളക് അതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. സവോളയും തക്കാളിയൊക്കെ കൂടെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ നേരെ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മളിവിടെ മൺചട്ടിയിലാണ് ഇന്ന് കൊഞ്ച് വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മൺചട്ടിയൊക്കെ എടുത്ത് മൺചട്ടിയിൽ എന്ത് വെച്ചാലും കറിക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്വാദ് കൊഞ്ച് റോസ്റ്റിനും കിട്ടിക്കോട്ടെ, ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൺചട്ടി തന്നെ എടുത്തു. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ കൊഞ്ച് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ഇതെല്ലാം. അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറില്ല, ഇപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഈ സവോളനെ വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക ഇതിനെ. അപ്പോൾ ഇതാ നമ്മുടെ സവോള നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കൊഞ്ചിന് നമുക്ക് 2 തക്കാളി മതി. അങ്ങനെ നമ്മൾ 2 തക്കാളി സവോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി കൊഞ്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ കൊഞ്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ സൂപ്പറായിട്ട് വെന്ത് വന്നു. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ കൂടെ നല്ലപോലെ വഴണ്ട് വന്നു. ഇപ്പോൾ മസാല ഇടാനുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ചോറിനൂടെ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് ഗ്രേവി ഇരിക്കട്ടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കൊഞ്ച് ഈ ഒരു മസാലക്കൂട്ടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഓൾറെഡി വെന്തു, ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് കൊഞ്ചിൻ്റെ സത്തൊക്കെ അതിലിറങ്ങി എന്നാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ, കൊഞ്ചിൻ്റെ ടേസ്റ്റ് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് മസാലയൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ട് വരണ്ട് സെറ്റായിട്ടുണ്ട്, നമ്മുടെ പാകത്തിനെത്തി. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് അവിടെ ഇരുന്ന് കുറച്ചുകൂടി വേകും. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഗാർണിഷൻ ഇടാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഞ്ച് റോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സീഡി കുറിച്ചും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വലിയ കുറിച്ചാണ്, അതും കൂടി നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫ്രൈ ചെയ്ത് അങ്ങനെ നമുക്കിവിടെ കറികളെല്ലാം സെറ്റായി, കൊഞ്ച് നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല മീൻ വറുത്തതും കൊഞ്ച് റോസ്റ്റും പയറുതോരനും ഒക്കെ ആയിട്ട് കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ ബൈ.